എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളെ കമ്പ്യൂട്ടർ മെമ്മറിയുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന, തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത്. ആ ഏരിയയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരെയും സെഷനിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ നമ്മുടെ ഓർമ്മ, നമ്മുടെ ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? നമ്മുടെ മെമ്മറി ഉണ്ട് അല്ലെ? നമ്മൾ പഠിക്കുന്ന അങ്ങോട്ടേക്കാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏതൊരു കമ്പ്യൂട്ടറിനും മെമ്മറി ഉണ്ട്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി ഉണ്ട് അല്ലെ? മെമ്മറി ഈസ് എ പ്ലേസ് വേർ വി ക്യാൻ സ്റ്റോർ ഡാറ്റ, ഇൻസ്ട്രക്ഷൻ ആൻഡ് റിസൾട്ട് ടെമ്പററിലി ഓർ പെർമനന്റ്ലി. ഓക്കെ, ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ? രണ്ട് രൂപത്തിൽ. ഏതൊക്കെയാണ് രണ്ട് രൂപം? ഒന്ന് താൽക്കാലികമായിട്ട്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ, മറ്റൊന്ന് സ്ഥിരമായി സ്റ്റോർ ചെയ്യാൻ. ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനും സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യാനും. അപ്പോ എന്താണ് ഇതിന്റെ ആവശ്യം? നമുക്ക് എല്ലാ കാര്യവും സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? എല്ലാ കാര്യവും സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറേയധികം മെമ്മറി വേണ്ടേ നമുക്ക്? അപ്പൊ അതിനാണ് നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള, തൽക്കാലത്തേക്ക് ആവശ്യമുള്ള, അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, നമുക്ക് പിന്നീടും ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പെർമനന്റ് ആയിട്ടും സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്നറിയോ? ഇലക്ട്രിസിറ്റി നിലനിൽക്കുമ്പോൾ മാത്രം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് ടെമ്പററി സ്റ്റോറേജ്. മനസ്സിലായോ? ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 2 മാസത്തേക്ക്, 1 മാസത്തേക്ക്, അങ്ങനെയാണോ? അല്ല, കറണ്ട് ഉള്ളപ്പോൾ മാത്രം, ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ മാത്രം, ആ സിസ്റ്റം ഓൺ ആയിരിക്കുമ്പോൾ മാത്രം സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയാണ് ഈ ടെമ്പററി സ്റ്റോറേജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ മാത്രം, സിസ്റ്റം ഓൺ ആയിരിക്കുമ്പോൾ മാത്രം സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് ടെമ്പററി സ്റ്റോറേജ്. അതിനെ കമ്പ്യൂട്ടർ സയൻസിന്റെ ടേമിൽ വിളിക്കുന്നതാണ് എന്ത്? വോളറ്റൈൽ മെമ്മറി. എന്താ വിളിക്കുക? വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കും കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിന്റെ ടേമിൽ എന്താ അതിനെ വിളിക്കുന്നത്? വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കും കേട്ടോ. വോളറ്റൈൽ മെമ്മറി എന്നുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ മെമ്മറിയിൽ അതിനെ വിളിക്കുന്നത്. കറണ്ട് ഉള്ളപ്പോൾ മാത്രം സ്റ്റോർ ചെയ്ത മെമ്മറി ഏതാണ്? വോളറ്റൈൽ മെമ്മറി. ഓക്കെ, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചോദിക്കും, പഠിക്കണം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഓരോന്ന് പഠിക്കും. നമ്മൾ രജിസ്റ്റർ മെമ്മറി പഠിക്കും, ക്യാഷ് മെമ്മറി പഠിക്കും, റാം പഠിക്കും, റോം പഠിക്കും, ഹാർഡ് ഡിസ്ക് പഠിക്കും, SSD പഠിക്കും, മാഗ്നറ്റിക് ടേപ്പ് പഠിക്കും. ഇങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോഴും അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് അത് വോളറ്റൈൽ ആണോ അതോ നോൺ വോളറ്റൈൽ ആണോ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഉള്ളപ്പോൾ മാത്രം സ്റ്റോർ ചെയ്യുന്ന മെമ്മറി. ഓക്കെ, അപ്പൊ നോൺ വോളറ്റൈൽ എന്തായിരിക്കും? കറണ്ട് ഇല്ലാത്തപ്പോഴും സ്റ്റോർ ചെയ്യും. അതായത് സിസ്റ്റം ഒന്ന് ഓഫ് ആയാലും കുഴപ്പമില്ല, അത് പിന്നീട് നമുക്ക് കിട്ടും, ലോങ് ടേമിലേക്ക് കിട്ടും. അതാണ് പെർമനന്റ് മെമ്മറി അല്ലെ, നോൺ വോളറ്റൈൽ മെമ്മറി. അപ്പൊ മെമ്മറിയെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാ? മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് പിന്നീട് തരംതിരിക്കാം. അതിന് മുന്നേ നമ്മൾ ബേസിക് സ്ട്രക്ചറിൽ രണ്ടായിട്ട് തരംതിരിച്ചു, വോളറ്റൈൽ എന്നും നോൺ വോളറ്റൈൽ എന്നും. അതായത് ടെമ്പററി എന്നും പെർമനന്റ് എന്നും. ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മെമ്മറിയെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചടാ? പ്രധാനമായിട്ടും ടെമ്പററി, കറണ്ട് ഉള്ളപ്പോൾ മാത്രം, ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ മാത്രം സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് ടെമ്പററി മെമ്മറി, വോളറ്റൈൽ മെമ്മറി. എന്നാൽ ലോങ് ടേമിലേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് എന്ത്? പെർമനന്റ് മെമ്മറി അഥവാ നോൺ വോളറ്റൈൽ മെമ്മറി. ഓക്കെ, ആ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് സിലബസിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് മെമ്മറിയെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി അല്ലെ? അതാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പലരും ചിന്തിച്ചിരുന്നത് അല്ലെ? യെസ്, ഓക്കെ, മെമ്മറിയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും കേട്ടോ. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈമറിയിൽ ഏതൊക്കെയാ ഉള്ളത്? സെക്കൻഡറിയിൽ ഏതൊക്കെയാ ഉള്ളത്? ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരും സ്ലൈഡുകളിൽ കാണാം. ഓക്കെ, അപ്പൊ ഈ പേജിൽ എഴുതിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ് മെമ്മറി. അത് ടെമ്പററി ഉണ്ട്, വോളറ്റൈൽ ഉണ്ട്,
പെർമനന്റ് ഉണ്ട്, നോൺ വോളറ്റൈലും ഉണ്ട്. ഓക്കെ, ഒരു കാറ്റഗറി അങ്ങനെ. പിന്നെ അതിന്റെ ടൈപ്പിനനുസരിച്ച് ഏതൊക്കെയാണ് എന്നുള്ളതിനനുസരിച്ച് റാം, റോം, ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഡിസ്ക് എന്നുള്ളതിനനുസരിച്ച് പ്രൈമറി, സെക്കൻഡറി എന്നുള്ള അർത്ഥത്തിലും തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കിയേ, ഈ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് PSC ചോദ്യങ്ങൾ ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് PSC ചോദ്യങ്ങൾ ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ചിത്രം നോക്കിയിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയോ? ഈ ചിത്രം നോക്കിയിട്ട് മെമ്മറി നമുക്ക് പഠിക്കാനുള്ള ഏകദേശം മെമ്മറി ഒക്കെ ഇതിനകത്ത് ഈ ചിത്രത്തിലുണ്ട്. ഏകദേശം ഫുൾ ആയിട്ടില്ല കേട്ടോ. യെസ്, ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പേപ്പർ നോക്കിയിട്ട് പറയുന്നു. ഓക്കെ, പറഞ്ഞൂടെ? എല്ലാവർക്കും പറഞ്ഞൂടെ? ഓക്കെ ആണോ? റെഡി ആണോ? ഓക്കെ, യെസ്. ഈ സെഷന്റെ അവസാന ഭാഗത്ത് ഒരു 10 മിനിറ്റ് ബാച്ച് മിഷൻ ടൈപ്പിസ്റ്റ് ബാച്ച് 4കാരും 5കാരും മാത്രം ഒന്നിരിക്കണേ കേട്ടോ, ഈ സെഷന്റെ അവസാന ഭാഗത്ത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഈ ഒരു സ്ലൈഡ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ഏറ്റവും ചെറിയ മെമ്മറി ഏതാ? ഏറ്റവും ചെറിയ മെമ്മറി പിരമിഡ് ആണ് അല്ലേ? ഓക്കെ, ഏറ്റവും ചെറിയ മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ മെമ്മറിയാണ്. അവിടെ തന്നെ ഏറ്റവും ചെറിയ മെമ്മറിയാണ്, ഒപ്പം തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാടാ? രജിസ്റ്റർ മെമ്മറി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറുതാണ് ഏറ്റവും വേഗതയുള്ളത്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഏറ്റവും ചെറുതാണ് ഏറ്റവും വേഗതയുള്ളത്. ഏറ്റവും ചെറുതാണ് ഏറ്റവും വേഗതയുള്ളത്. അതിനേക്കാൾ കുറച്ച് വലുപ്പമുണ്ട് ക്യാഷ് മെമ്മറിക്ക്. അപ്പൊ വേഗതയോ? വേഗത കുറച്ച് കുറയും. ഏറ്റവും വേഗതയുള്ളതാണ് ഏറ്റവും മുകളിലുള്ളത് രജിസ്റ്റർ. പിന്നെ താഴേക്ക് വരുമ്പോ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വേഗത കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? ആ പിരമിഡ് അനുസരിച്ച് നമുക്ക് ഒരുപാട് പോയിന്റുകൾ അതിൽ നിന്ന് പഠിക്കാം. അളവിൽ ഏറ്റവും ചെറിയ മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി. യെസ്, ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി. ഓക്കെ, അളവ് വലുതാകുന്നതിനനുസരിച്ച് എന്താണ്? അതിന്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതെന്റെ ഒരു പേന. ഓക്കെ, ഇതെന്റെ പേനയാണ്. ശ്രദ്ധിക്കണേ, ഇതെങ്ങനെയാണ്? ഓക്കെ, യെസ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ പേനയല്ല, ഈ മെമ്മറിയുടെ കൺസെപ്റ്റ്. ഇതെന്റെ പേനയാണ്. ഈ പേന ഞാൻ ഈ ബുക്കിന്റെ ഉള്ളിൽ വെച്ചടച്ചു. ഓക്കെ, ഒരു സിറ്റുവേഷൻ അത്. പിന്നെ ഈ പേന ഞാൻ എന്റെ മേശപ്പുറത്ത് വെച്ചു. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷൻ. ഒന്നാമത്തേത് എന്റെ ബുക്കിൽ വെച്ചടച്ചു. രണ്ടാമത്തെ എന്താണ്? എന്റെ മേശപ്പുറത്ത് വെച്ചു. കാര്യം കിട്ടുന്നുണ്ടോ? രണ്ടാമത്തെ സീനില്, ഒന്നാമത്തെ സീനില് ബുക്കിൽ വെച്ച് അടച്ചിട്ടാണ്. രണ്ടാമത്തെ സീനിൽ എന്താണ്? മേശപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. മൂന്നാമത്തെ സീനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ റൂമിൽ എവിടെയെങ്കിലും വെച്ചു. റൂമിൽ എവിടെയെങ്കിലും വെച്ചു. നാലാമത്തെ സീനിൽ ഞാൻ എന്ത് ചെയ്യുമോ? ഇത് എന്റെ ഓഫീസ്. ഞാൻ ഓഫീസിൽ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ഓഫീസിൽ എവിടെയെങ്കിലും അവിടെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരാളോട് പറയാണ്, പേന ബുക്കിന്റെ ഉള്ളിലുണ്ട്, പോയി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പേന മേശപ്പുറത്തുണ്ട്, എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പേന റൂമിന്റെ ഉള്ളിലുണ്ട്, എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പേന ഈ ഓഫീസിലുണ്ട്, എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, എവിടെ നിന്നായിരിക്കും പേന പെട്ടെന്ന് എടുക്കാൻ സാധിക്കുക? എവിടെയായിരിക്കും? ബുക്കിന്റെ ഉള്ളിൽ നിന്നല്ലേ പേന പെട്ടെന്ന് എടുക്കാൻ സാധിക്കുക അല്ലേ? കാരണം എന്താ? ഇത് തപ്പാൻ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി അല്ലേ? വളരെ കുറച്ച് സ്പേസേ ഉള്ളൂവെങ്കിൽ പെട്ടെന്ന് അവിടെ പോയി ഡാറ്റ എടുത്തു കൊണ്ടുവരാം. വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ഡാറ്റ എടുത്ത് കൊണ്ടുവരാനുള്ള സമയം കുറച്ച് കൂടും. മേശപ്പുറത്താകുമ്പോ കുറച്ച് തപ്പണം, അല്ലെങ്കിൽ എവിടെയാന്നുള്ള എത്തണല്ലോ അല്ലെ? നോക്കണ്ടേ? റൂമിലാവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും കൂടെ നോക്കണം, സമയം കുറച്ചും കൂടെ കൂടും. ഓഫീസ് ആകുമ്പോഴോ ഒന്നും അരിച്ചു പെറുക്കണമെങ്കിൽ കുറച്ച് അധികം സമയം വേണം അല്ലെ? സ്പേസ് കൂടുന്നതിനനുസരിച്ച് ഡാറ്റയുടെ ആക്സസിന്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ബുക്ക് ഒരുപാടില്ല, ഒറ്റ ബുക്കേ ഉള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞു. അല്ലെങ്കിൽ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ എടുത്തു കൊണ്ടുവരിക കേട്ടോ. കുസൃതി ചോദ്യം ചോദിക്കുന്നതിന്റെ ഇടയിൽ
യെസ്, ഇത് അളവിൽ ചെറുത് കേട്ടോ, അളവിൽ ചെറുത്. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കുറെ ബുക്ക് ഉണ്ട്, ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, അങ്ങനെയൊന്നല്ല കേട്ടോ. ചെറിയൊരു ബുക്ക്, ചെറിയൊരു സ്പേസ്, അതിനുള്ളിലുണ്ട് പേന എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാലോ കേട്ടോ. യെസ്, അപ്പോ ആ കൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കി വെക്കുക. ചെറിയ സ്പേസ് ആണെങ്കിൽ ഡാറ്റ ആക്സസിങ് വളരെ എളുപ്പമാണ്, അതിനി ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. സെറ്റ് ആണോ? ഓക്കെ, ചെറിയ സ്പേസ് ആണെങ്കിൽ ഡാറ്റ ആക്സസിങ് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയേ, രജിസ്റ്റർ മെമ്മറി ആണ് ഏറ്റവും വേഗതയേറിയത്. യെസ്, പിന്നെ ക്യാഷ് കുറച്ചും കൂടിയും സ്ലോ ആവും, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതിനെയൊക്കെ അപേക്ഷിച്ച് എന്താണ് വേഗത കൂടുതലാണ് ക്യാഷിന് അല്ലെ. ഇനി മെയിൻ മെമ്മറി കേട്ടോ, മെയിൻ മെമ്മറി ഉണ്ട്, അതിന് താഴെ ഇതെല്ലാം എന്താണ്? യെസ്, ഇതിന് താഴെ ഉള്ളതൊക്കെ എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ് കേട്ടോ. ഓക്കെ, ഇതിന് താഴേക്ക് വരുന്നതൊക്കെ എന്താണ്? സെക്കൻഡറി മെമ്മറി ആണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ബുക്കില് ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മെയിൻ മെമ്മറിയുടെ മറ്റൊരു പേരാണ് എന്താടാ? പ്രൈമറി മെമ്മറി. ഓക്കെ, മെയിൻ മെമ്മറിയുടെ മറ്റൊരു പേരാണ് പ്രൈമറി മെമ്മറി. യെസ്, ഇവിടെ നോക്കിയേ, ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഇതെല്ലാം വരുന്നത് എന്താണ്? സെക്കൻഡറി മെമ്മറി ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണെന്ത്? ഓക്സിലിയറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണെന്ത്? ഓക്സിലിയറി മെമ്മറി. ഓക്കെ, അപ്പൊ മെയിൻ മെമ്മറി, പ്രൈം മെമ്മറി, ക്യാഷ് മെമ്മറിയുടെ താഴെയുണ്ട്, അതിലും താഴേക്കാണ് കേട്ടോ, അതിലും താഴേക്ക്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെക്കൻഡറി മെമ്മറി തന്നെയാണ്, ഓക്സിലറി മെമ്മറി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും മുകളിൽ മനസ്സിലാവാത്ത ആളുകൾ, ഇതൊന്നും ഇതുവരെ കാണാത്ത ആളുകളും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും. രജിസ്റ്റർ മെമ്മറി ഏറ്റവും ചെറുത്, പിന്നെ ക്യാഷ്, പിന്നെ പ്രൈമറി മെമ്മറി അഥവാ മെയിൻ മെമ്മറി, അതിലും താഴെ സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി കേട്ടോ. യെസ്, ഇനി ഇതിനുള്ളിലുള്ള ഉദാഹരണങ്ങളാണ് ഏത്? പ്രൈമറി മെമ്മറിയുടെ ഉള്ളിലുള്ള ഉദാഹരണങ്ങളാണ് റാമും റോമും ഒക്കെ. ഓക്കെ, സെക്കൻഡറി മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഡിസ്കും മാഗ്നറ്റിക് ടേപ്പും ഒപ്റ്റിക്കൽ ഡിസ്കും ഒക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ചിത്രമായി വരയ്ക്കുകയാണെങ്കിൽ യെസ്, ആദ്യ രജിസ്റ്റർ, പിന്നെ ക്യാഷ്. യെസ്, അപ്പോ ആദ്യ രജിസ്റ്ററിന്റെ, സമയം കളയാനില്ല, ക്യാഷ്. ഓക്കെ, പിന്നെ പ്രൈമറി മെമ്മറി. യെസ്, പിന്നെ സെക്കൻഡറി മെമ്മറി. ഓക്കെ, ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? മനസ്സിലായോ? രജിസ്റ്റർ മെമ്മറി, ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അതാണ് അതിന്റെ വലിപ്പ അടിസ്ഥാനത്തിൽ. പ്രൈമറി മെമ്മറിയുടെ മറ്റൊരു പേരാണെന്ത്? മെയിൻ മെമ്മറി. സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണെന്ത്? ഓക്സിലിയറി മെമ്മറി. ഓക്കെ, പ്രൈമറി മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? റാമും റോമും ഒക്കെ. ഓക്കെ, ക്യാഷും അതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. അത് നമ്മൾ വേറെ തന്നെ കാറ്റഗറി ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഹൈറാർക്കി മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി സെക്കൻഡറി മെമ്മറി ആവുന്ന സമയത്ത് അതിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ ഒരുപാടുണ്ട്. ഏത്? മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക് വരും. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ലാസ്റ്റ് സമയത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഇതുകൂടെ പഠിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രക്ചറും കൂടെ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണം, വേണ്ട, അത് പറയുമ്പോൾ കുറെ അധികം സമയം പോകും കേട്ടോ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഇപ്പൊ ഞാൻ ആ വലിപ്പച്ചെറുപ്പം കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തത്, അതൊന്ന് പറഞ്ഞത് കേട്ടോ. യെസ്, ഇനി ഞാൻ ചോദ്യങ്ങൾ ഒന്നും കൂടി ഡീപ്പായിട്ട് ചോദിക്കുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാണോ? രജിസ്റ്റർ മെമ്മറി അല്ലെ. രണ്ടാമത് ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത് ഏറ്റവും വേഗത കൂടിയത് യെസ് ക്യാഷ് മെമ്മറി ആണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. പിന്നെ ഏറ്റവും വേഗത കൂടിയത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയാണ്. ഏറ്റവും സ്ലോവസ്റ്റ് മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേഗത ഏറ്റവും കുറവുള്ള മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി കേട്ടോ. അതിന്റെ ഉദാഹരണങ്ങളാണ് മാഗ്നറ്റിക് ഡിസ്കും ഒപ്റ്റിക്കൽ ഡിസ്കും മാഗ്നറ്റിക് ടേപ്പും ഒക്കെ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോ വലിപ്പം കുറയുമ്പോൾ വേഗത കൂടുമെന്നും വലിപ്പം കൂടുമ്പോൾ വേഗത കുറയുമെന്നും ആ ഹൈറാർക്കിയും ബേസിക് സ്ട്രക്ചറും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാത്തവരുണ്ടാവും ചിലപ്പോ. ഇവിടെ നോക്കിയേ നിങ്ങള്, ഇത്രയും, അതായത് രജിസ്റ്റർ, ക്യാഷ്, മെയിൻ മെമ്മറി, ഇത്രയും ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന നോക്കി എന്താണ്? ഇൻബോർഡ് മെമ്മറി. കണ്ടോ നിങ്ങള്? ഇൻബോർഡ് മെമ്മറി. കാരണം എന്താ? ഇത് ബോർഡിന്റെ ഉള്ളിലാണ്, മദർ ബോർഡിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന രജിസ്റ്ററും ക്യാഷും മെയിൻ മെമ്മറിയും സ്ഥിതി ചെയ്യുന്നത്. ബോർഡിന്റെ ഉള്ളിലാണ്, കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ്. നമ്മൾ കാണുന്ന, നമ്മൾ CPU എന്ന് വിളിക്കുന്ന ആ ബോർഡില്ലേ, പെട്ടി, ശരിക്കും CPU അതല്ല, അതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ചിപ്പാണ് CPU എന്നുള്ളത് അറിയുന്നവർക്ക് അറിയാം അല്ലെ. യെസ്, ഓക്കെ, ആ പെട്ടിയുടെ ഉള്ളിൽ, അതായത്
ആ കാണുന്ന ബോക്സിന്റെ ഉള്ളിൽ ഒരു മദർ ബോർഡ് ഉണ്ട്. അതിനുള്ളിലുള്ള മെമ്മറിയാണ് രജിസ്റ്ററും ക്യാഷും മെയിൻ മെമ്മറിയും ഒക്കെ. അതാണ് ഇൻബോർഡ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹാർഡ് ഡിസ്ക് അതേപോലെ തന്നെ CD കാര്യങ്ങളൊക്കെ ഔട്ട്ബോർഡ് സ്റ്റോറേജ് ആണ്. അതായത് ബോർഡിന്റെ പുറത്താണ്. ബോർഡിലേക്ക് ഹാർഡ് ഡിസ്ക് ഒക്കെ നമുക്കറിയാം ഒരു കേബിൾ ഉപയോഗിച്ച്, സാറ്റാ കേബിൾ അല്ലെ, ഒരു കേബിൾ ഉപയോഗിച്ച് അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ CD ഒക്കെ ആണെങ്കിൽ ഒരു ഡ്രൈവിലാണ് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത്. ഔട്ട്ബോർഡ് മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ രജിസ്റ്റർ ക്യാഷ് മെയിൻ മെമ്മറിയൊക്കെ എന്താണ്? ഇൻബോർഡ് ആണ്. ബോർഡിൽ തന്നെ ഉള്ളതാണ്, ഇൻബോർഡ് ആണ്. ഓക്കെ, പുറത്തുള്ളതാണ്. ബോർഡിന് പുറത്താണ് എന്ത്? നമ്മുടെ ഈ മാഗ്നറ്റിക് ഡിസ്കും അതുപോലെ തന്നെ CD ഒക്കെ. ഓക്കെ, ഇനി മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പഴയ കാസറ്റ് ഇല്ലേ, കാസറ്റ്, അത് ഓർത്താൽ മതി. മാഗ്നറ്റിക് ടേപ്പ് അതെന്താണ്? ഓഫ്ലൈൻ സ്റ്റോറേജ് ആണ്. അത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കണം എന്നില്ല. ഓക്കെ, യെസ്, അതെന്താണ്? പുറത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ആണ്. ഓഫ്ലൈൻ സ്റ്റോറേജ് ആണ് കേട്ടോ, ഓഫ്ലൈൻ സ്റ്റോറേജ് ആണ്. ഓക്കെ, ഓഫ്ലൈൻ സ്റ്റോറേജ് ആണ്. ഒപ്റ്റിക്കൽ ഡിസ്ക് CD, അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, അത് ഓഫ്ലൈൻ അല്ലേ എന്നുള്ളത് ഒരു സംശയം വരും അല്ലെ. പക്ഷേ പണ്ട് കാലത്തൊക്കെ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തന്നെ ബൈ ഡിഫോൾട്ട് അതിനുള്ളിൽ വെച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന CDs ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ജനറലി അങ്ങനെ പറഞ്ഞു മാത്രം കേട്ടോ. പിന്നീട് നമ്മൾ ഒരു പാട്ട് കേൾക്കാനോ സിനിമയൊക്കെ ഉള്ള CD എന്ന് പറയുന്നത് ശരിക്കും ഓഫ്ലൈൻ സ്റ്റോറേജ് തന്നെയാണ് കേട്ടോ. യെസ്, അപ്പൊ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ബോർഡിനുള്ളിലുള്ള മെമ്മറിയാണ് ഇൻബോർഡ് മെമ്മറി. ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്മറിയാണ് ഔട്ട്ബോർഡ് മെമ്മറി. പുറത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന, എക്സ്റ്റേണലി അതിനൊരു എക്സിസ്റ്റൻസോട് കൂടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന മെമ്മറിയാണ് ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, ഈ PDF കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ എന്റെ ചോദ്യം 5 ചോദ്യം. ഇത് അവിടെ നോക്കിയേ, 5 ചോദ്യം. ഈ രേഖ ശങ്കരാടി പറഞ്ഞ പോലെ ഈ രേഖയിൽ ഉണ്ട് എല്ലാം കേട്ടോ. ഓക്കെ, 5 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും വേഗത കുറഞ്ഞ മെമ്മറി ഏതാണ്? രജിസ്റ്റർ, ക്യാഷ്, മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഏതാണ് ഏറ്റവും വേഗത കുറഞ്ഞത്? പറഞ്ഞേ, ഏറ്റവും വേഗത കുറവുള്ള മെമ്മറി ഏതാണ്? ഏറ്റവും വേഗത കുറവുള്ള മെമ്മറി. കുറവുള്ളത് ചോദിക്കുമ്പോ രജിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഓൺലൈൻ ഒലക്ക് വെച്ച് തലക്കെട്ടടിക്കേ. ഏറ്റവും വേഗത കുറഞ്ഞ മെമ്മറി ഏതാണ്? സെക്കൻഡറി മെമ്മറിയാണ് അല്ലെ. രജിസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള മെമ്മറി ഏതാണ്? രജിസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറിയാണ് അല്ലെ. രജിസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ക്യാഷ് മെമ്മറിയാണ്. മെയിൻ മെമ്മറി 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണത്? പ്രൈമറി മെമ്മറി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്രൈമറി മെമ്മറി ഏതൊക്കെയാണ്? 2 എണ്ണം പ്രൈമറി മെമ്മറി. റാമും റോമുമാണ് അല്ലെ. റാമും റോമുമാണ് എന്ന കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, യെസ്, ഓക്കെ. രജിസ്റ്റർ, ക്യാഷ്, മെയിൻ മെമ്മറി, ഇൻബോർഡ് മെമ്മറി ആണ് എന്ന് പഠിച്ചു. എന്താ അതിന്റെ മീനിങ്? എന്താ ഇൻബോർഡ് മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ബോർഡിന്റെ ഉള്ളിലാണ്, മദർ ബോർഡിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. മദർ ബോർഡിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇതിൽ ഏറ്റവും ചെറിയ മെമ്മറി ഏതാണ്? ഏറ്റവും ചെറിയ മെമ്മറി ഏതാണ്? രജിസ്റ്റർ മെമ്മറിയാണ് അല്ലെ. ഓക്കെ, യെസ്, ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ല, രജിസ്റ്റർ മെമ്മറി എവിടെയാ സൂക്ഷിച്ചു വെക്കുക? രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്ന മെമ്മറി ഇല്ലേ, ഇത് എവിടെയാണ് നമ്മൾ അത് പ്ലേസ് ചെയ്യുക? അറിയോ? മദർ ബോർഡിലാണെന്ന് പറഞ്ഞു. മദർ ബോർഡിൽ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരുണ്ടാവും. നമ്മളെ പഴയ ബാച്ചിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഇതിനകത്തുണ്ട്, കുറച്ചു പേരൊക്കെ. രജിസ്റ്റർ മെമ്മറി എവിടെയാണ് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ രജിസ്റ്റർ മെമ്മറി എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, യെസ്. അതായത് നമ്മൾ CPU എന്ന് പറയുന്ന ഒരു പെട്ടിയില്ലേ, അതിനുള്ളിൽ ഇതുപോലൊരു ബോർഡ് ഉണ്ടടാ. ഇതിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മദർ ബോർഡിന്റെ ഉള്ളിൽ ഒരു ചിപ്പ് ഉണ്ട്, അതാണ് CPU. ഓക്കെ, ഇതിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? രജിസ്റ്റേഴ്സ് ഉള്ളത്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ കാണുന്ന സമയത്ത് CPU എന്ന് നമ്മൾ വിളിക്കുന്ന പെട്ടിയില്ലേ, ആ പെട്ടിയുടെ ഉള്ളിൽ ഒരു ബോർഡ് ഉണ്ട്, അതാണ് എന്തേ? അമ്മ ബോർഡ്, മദർ ബോർഡ്. ഓക്കെ, അതിനുള്ളിൽ ഒരു ചിപ്പ് ഉണ്ട്, അതാണ് CPU. ആ ചിപ്പിന്റെ ഉള്ളിൽ ചിപ്പിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി CPUവിന് എന്തെങ്കിലുമൊക്കെ തൽക്കാലത്തേക്കുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് എന്ത്? ചിപ്പിന്റെ ഉള്ളിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി ആയിട്ടും സെക്കൻഡറി മെമ്മറി ആയിട്ടും കൺസിഡർ ചെയ്യില്ല. നല്ല ചോദ്യം. ഓക്കെ,
രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് CPU-ന്റെ ഉള്ളിലുള്ള മെമ്മറിയാണ് കേട്ടോ. ഓക്കെ, അത് പ്രൈമറി മെമ്മറി ആയോ സെക്കൻഡറി മെമ്മറി ആയോ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, യെസ്, കൺസിഡർ ചെയ്യില്ല. ഇനി ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് അത് ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇവിടെ തന്നെ പറയാൻ തോന്നുന്നു. എന്താണ് ഈ പ്രൈമറി സെക്കൻഡറി എന്ന വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അതായത് എന്താടാ ഈ അപ്പൊ CPU-ന്റെ ഉള്ളിലുള്ള മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇത് CPU ആണെന്ന് വിചാരിക്കുക. കാണുന്നില്ലേടാ CPU? ഓക്കെ, കാണബിൾ അല്ലേ ഐശ്വര്യ? ആ, ഇത് CPU. യെസ്, ഇത് പ്രൈമറി മെമ്മറി, ഇത് സെക്കൻഡറി മെമ്മറിയാന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പ്രൈമറി സെക്കൻഡറി എന്ന വാക്ക് തന്നെ വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, ഇവിടെ ഞാൻ ചിത്രം വരയ്ക്കുന്ന സമയത്ത് എന്താണ് പ്രൈമറി സെക്കൻഡറി എന്ന് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്, ഈ CPU-ന്റെ ഉള്ളിൽ CPU എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊസസർ എന്ന് പറയുന്ന ചിപ്പിന്റെ ഉള്ളിൽ ആവശ്യമുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് എന്ത് രജിസ്റ്റർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് രജിസ്റ്റർ ആയി എന്ന് വിചാരിക്കുന്നു മനസ്സിലേക്ക്. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, CPU-നെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന മെമ്മറിയാണെടാ ഏത്? പ്രൈമറി മെമ്മറി. മനസ്സിലായോ? CPU-നെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന മെമ്മറിയാണെന്ത്? പ്രൈമറി മെമ്മറി. എന്നാൽ CPU-നെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കാത്തതും എന്നാൽ പ്രൈമറി മെമ്മറി വഴി മാത്രം അല്ലെ ഇടനിലക്കാരനായിട്ട് പ്രൈമറി മെമ്മറി വഴി മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതുമായ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. അപ്പൊ ഈ പ്രൈമറി സെക്കൻഡറി എന്ന പദം തന്നെ ഉണ്ടായത് എന്താണ്? പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നല്ലേ അല്ലെ? CPU-ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പ്രൈമറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി CPU ആയിട്ട് അത്ര അടുത്തൊന്നും ഇല്ല, പ്രൈമറി മെമ്മറി വഴി ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് എന്ത്? സെക്കൻഡറി മെമ്മറിക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് CPU ആയിട്ടില്ല, പ്രൈമറി മെമ്മറി വഴി മാത്രമേ ആക്സസ് ഉള്ളൂ. സെക്കൻഡറി മെമ്മറി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനിയും പറയണോ? ഓക്കെ, ഇത് CPU. ഏത്? ഇത് CPU. യെസ്, ഇത് CPU ആണേ. ഓക്കെ, CPU-നെ എല്ലാവർക്കും വേണം, തലച്ചോറ് എല്ലാവർക്കും വേണം. ഓക്കെ, അപ്പോ CPU-നെ നോക്കിയാൽ നിങ്ങളെ ഇവിടെ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, CPU-നെ ആക്സസ് ചെയ്യാൻ പ്രൈമറി മെമ്മറിക്ക് ഡയറക്റ്റ് ആയിട്ട് പറ്റും. അതായത് അതിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉണ്ട് കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉണ്ട്. ഓക്കെ, യെസ്. ഇനി സെക്കൻഡറി മെമ്മറിക്ക് ഡയറക്റ്റ് ആയിട്ട് CPU-ലേക്ക് ഇങ്ങനെ വളഞ്ഞൊരു സാധനം ഇല്ല. മനസ്സിലായോ? ഓക്കെ, CPU-ന് എങ്ങനെ സെക്കൻഡറി മെമ്മറിക്ക് എങ്ങനെ മാത്രമേ ആക്സസ് ഉള്ളൂ? ആ പ്രൈമറി മെമ്മറി വഴി മാത്രമേ ആക്സസ് ഉള്ളൂ എന്ന കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു വഴി ഇല്ല. ഓക്കെ, ഏത് വഴി മാത്രമേ ഉള്ളൂ? പ്രൈമറി മെമ്മറിയിലേക്ക് വന്ന് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോകാനേ മാർഗമുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, അതായത് സെക്കൻഡറി മെമ്മറിക്ക് പ്രൈമറി മെമ്മറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉള്ളൂ, CPU-ലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. പ്രൈമറി മെമ്മറി വഴിയാണ് എന്ത് ചെയ്യുന്നത്? CPU-ലേക്ക് ആക്സസ് ഉള്ളൂ. നമ്മൾ വീട്ടില് അമ്മയുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറയും അല്ലെ? യെസ്, അച്ഛന്റെ അടുത്താണെങ്കിൽ അമ്മ വഴിയാണ് അല്ലെ യെസ് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് പ്രൈമറി മെമ്മറിക്ക് ഡയറക്റ്റ് ആയിട്ട് CPU-ന് ആക്സസ് ഉണ്ട്, പക്ഷെ സെക്കൻഡറി മെമ്മറി ആണെങ്കിൽ പ്രൈമറി മെമ്മറി വഴിയേ ആക്സസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ രജിസ്റ്റർ പ്രൈമറിയോ സെക്കൻഡറിയോ ആവോ? ഇല്ല. കാരണം CPU-ന്റെ തന്നെ പ്രൗഡ് ആയിട്ടുള്ള CPU-ന്റെ ഉള്ളിലുള്ള മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി എന്ന കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇത്രത്തോളം ഒന്നും പറയണമെന്ന് വിചാരിച്ചില്ല. യെസ്, എന്നാലും ഏകദേശം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായി വിചാരിക്കുന്നു. മെമ്മറിയുടെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, വലിപ്പത്തിനനുസരിച്ച് വേഗത എങ്ങനെയാണ്, എന്താണ് പ്രൈമറി മെമ്മറി, എന്താണ് സെക്കൻഡറി മെമ്മറി എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സെറ്റ്? ഓക്കെ, ഓക്കെ. അപ്പോ കറണ്ട് ഉള്ളപ്പോൾ മാത്രം ഡാറ്റ സൂക്ഷിക്കുന്ന മെമ്മറി ഏതാ? അതിനെന്താ വിളിക്കുക? ടെമ്പററി മെമ്മറി എന്ത് വിളിക്കും?
വോളറ്റൈൽ എന്ന് വിളിക്കും അല്ലെ. കറണ്ട് ഇല്ലാത്തപ്പോഴും ഡാറ്റ സൂക്ഷിക്കുന്ന മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ, അത് പെർമനന്റ് മെമ്മറി ആണ് എന്ന കാര്യം അവിടെ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഈ മെമ്മറി എന്ന് പറഞ്ഞ എന്താണ്? നമ്മളെ പഠിച്ചിട്ടുണ്ട്, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ തലച്ചോറില് ഓർമ്മ, വിവേകം, ബുദ്ധി എന്നൊക്കെ സൂക്ഷിക്കുന്നത് സെറിബ്രത്തിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെറിബ്രത്തിൽ കുറെ ന്യൂറോൺസ് ഒക്കെ ഉണ്ട്, അവിടെയാണ് നമ്മളെ ഈ ഡാറ്റയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കുട്ടപ്പേട്ടന്റെ കടയിലേക്കൊക്കെ പിന്നെ പോകണം, നാളെ പോവാ, ഇന്ന് കുട്ടപ്പേട്ടന്റെ കട എത്തൂല. യെസ്, ഓക്കെ. അത് നമ്മുടെ ഒരു കോഡാണ്, അത് ക്യാഷ് മെമ്മറിയുടെ ഒരു കോഡാണ്, നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് ഈ ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്നത്? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഫോർ ലേണിംഗ് മോർ അബൌട്ട് മെമ്മറി, ലെറ്റ് us ഡിസ്കസ് ദ ഡിഫറെന്റ് മെമ്മറി മെഷറിംഗ് യൂണിറ്റ്. ഓക്കെ, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ തലച്ചോറ് ന്യൂറോൺസിലാണ് ഡാറ്റ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ ഇത് സൂക്ഷിക്കുന്നത് എന്താണെന്നറിയോ? സീറോസിന്റെയും വൺസിന്റെയും ബിറ്റുകളായിട്ടാണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഏറ്റവും ചെറിയ കണികയാണ്, കമ്പ്യൂട്ടറിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ്, കമ്പ്യൂട്ടറിനെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ കണിക, ഏറ്റവും ചെറിയ പാർട്ടാണ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബിറ്റ് അത് 2 ബിറ്റേ ഉള്ളൂ. 0, 1, 2, 3 ഒന്നും ഇല്ല കേട്ടോ. 0, 1 എന്ന് പറയുന്ന 2 ബിറ്റ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ഫിസിക്സ് ഒക്കെ കുറച്ചൊക്കെ അറിയുന്ന ആളുകളാണ് നിങ്ങൾ അല്ലെ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കണ്ടീഷൻ? ഓഫ്. 1 എന്ന് പറഞ്ഞാൽ ഏതാ കണ്ടീഷൻ? ഓൺ അല്ലെ. യെസ്, ഓൺ എന്നുള്ളതാണ്. അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാൾസ് എന്ന് പറയാം. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ എന്ന് പറയാം. ഇതാണ് ഫിസിക്സിനെയും ഇലക്ട്രോണിക്സിനെയും ഒക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡിവൈസിൽ, ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഡാറ്റ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ 2 ബേസിക് കണ്ടീഷൻ ആണ് 0, 1 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ 2 ബിറ്റുകളായിട്ടാണ് ഡാറ്റ സൂക്ഷിച്ചു വെക്കുക. ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കും? 0, 1 എന്ന് പറഞ്ഞ 2 ബിറ്റ് ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫ്ലിപ്പ് ഫ്ലോപ്പ് കേട്ടിട്ടുണ്ടോ? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. Okay, a flip-flop is an electronic circuit used to store 1 bit of information. Okay, yes. അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന 2 ബിറ്റുകളേ ഉള്ളൂ, 0 1. ഇത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്, അതായത് ഫിസിക്കലി നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ്ഡ് ടു സ്റ്റോർ 1 ബിറ്റ്. Flip-flop is a electronic circuit used to store 1 bit. Okay, ഒരു ബിറ്റിനെ സ്റ്റോർ ചെയ്യാൻ 0, 1 എന്ന് പറയുന്ന രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ അല്ലെ, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, either 0 or 1 സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഇനി അതെങ്ങനെ ഉണ്ടാക്കാന്ന് എന്നോട് ചോദിക്കരുത്, അത് ഫിസിക്സ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഫിസിക്സ് ആണ് കേട്ടോ. അപ്പൊ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഉള്ളിലാണ് ഒരു ബിറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുക, 0, 1 സ്റ്റോർ ചെയ്ത് വെക്കുക. Okay, അപ്പോൾ flip-flop is an electronic circuit used to store 1 bit of information. Computer can identify 2 bits, 0, 1. 2 ഉണ്ടോ? ഇല്ല. അപ്പൊ കമ്പ്യൂട്ടർ എങ്ങനെയാ ഈ 0, 1 മാത്രം വെച്ചിട്ട് എണ്ണൽ സംഖ്യകളും പിന്നെന്താണ് ഫ്രാക്ഷണൽ നമ്പേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഇമേജസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും മ്യൂസിക് ആയിട്ടും ഗ്രാഫിക്സ് ആയിട്ടും ഒക്കെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ? അപ്പൊ ഇതെങ്ങനെയാ കമ്പ്യൂട്ടർ ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യുക? ആകെ 0, 1 മാത്രമേ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ എന്ന് പറയുന്ന ഒരു സംശയം എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം അല്ലെ. ഉണ്ടോ? ഞാൻ 2 എന്ന് കമ്പ്യൂട്ടറിലെ കാൽക്കുലേറ്ററിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 2 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് എടുക്കുക 2 ആയിട്ടല്ല. കമ്പ്യൂട്ടർ അത് എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 2 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാന്ന് അറിയോ നിങ്ങൾക്ക്? 1, 0 എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് 2 എന്ന് ഞാൻ പറഞ്ഞാലും കമ്പ്യൂട്ടർ അത് എടുക്കുന്നത് എങ്ങനെയാണ്? 1, 0 എന്നുള്ളതാണ്. ഇനി 4 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് എടുക്കുന്നത് 4 ആയിട്ടല്ല, 1, 0, 0 എന്ന് പറഞ്ഞിട്ടാണ്. 5 ആണെങ്കിലോ 5 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് എടുക്കുന്നത് 1, 0, 1 എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഇതെങ്ങനെയാ അറിയാ എന്നുള്ള ഒരു സംശയം വരും അല്ലെ.
അത് നമുക്ക് പിന്നീട് പഠിക്കാം. ബൈനറി നമ്പേഴ്സിന്റെ കൺവേർഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. നമ്മളെ സിലബസ് അനുസരിച്ച് പഠിക്കാം. ആവശ്യമുള്ള സിലബസുകാർക്ക് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടർ ഒരിക്കലും നമ്പർ ആയിട്ടോ പിക്ചർ ആയിട്ടോ പിന്നെ വീഡിയോ ആയിട്ടോ മ്യൂസിക് ആയിട്ടോ ഒന്നും അല്ല കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ പറയുന്ന 0 1ന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഒരു ചിത്രമാകുമ്പോ എങ്ങനെയാ സ്റ്റോർ ചെയ്ത് വെക്കുക? ഒരു ചിത്രമാകുമ്പോ എങ്ങനെയാണെന്നറിയോ? ഓക്കെ, ഇതൊരു ഇമേജ് ആണെങ്കിൽ ഈ ഇമേജിന് എന്തുണ്ട്? ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ട് അല്ലെ? പിക്സൽ എന്നാണ് അതിനെ വിളിക്കുക. പിക്സൽ. ഈ ഓരോ പിക്സലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബൈനറി നമ്പർ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പിക്സലിന്റെ ബൈനറി ഇങ്ങനെ ആയിരിക്കും, ഗഗമാപ ഇങ്ങനെ ആയിരിക്കും ഒരു പിക്സൽ. രണ്ടാമത്തെ പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അറിഞ്ഞൂടാ നമുക്ക്. ഓക്കെ, ഇങ്ങനെ 100,000 കണക്കിന് പിക്സലുകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് കമ്പ്യൂട്ടറിനുള്ളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുക. അതൊന്നും ഇപ്പൊ നമ്മൾ അറിയേണ്ട കാര്യമില്ല, അത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചോളും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ബേസിക് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ടു സ്റ്റോർ 1 bit ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ വീഡിയോ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും പിന്നെ എന്താ പറയാ ടെക്സ്റ്റ് ആണെങ്കിലും പിന്നെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ കമ്പ്യൂട്ടറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് എന്ന് പറയുന്നത് 0 1 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. കമ്പ്യൂട്ടറിന് ആകെ ഈ 0 1 മാത്രമേ അറിയുള്ളൂ. പൊട്ടനായിരുന്നു അങ്ങനെ ഒരു പാട്ടില്ലേ? കമ്പ്യൂട്ടറിന് ആകെ അറിയുന്നത് 0 1 മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏത് ഡാറ്റയാണെന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ അടിസ്ഥാനം അത് ചകഞ്ഞ് അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ജോർജ് കുട്ടി അല്ല 0യും 1ഉം ആണ് അതിന്റെ കാരണക്കാരൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോ അതാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. 2 ബിറ്റുകളാണുള്ളത്, 0 or 1. ഓക്കെ, ഇനി അത്തരത്തിൽ 4 ബിറ്റുകൾ കൂട്ടിച്ചേർത്ത് വെക്കുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് നിബിൾ കേട്ടോ. 4 ബിറ്റുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഐഡന്റിക്കലി വിളിക്കുന്ന പേരാണ് നിബിൾ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം 1 1 0 0 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നിബിൾ, 1 നിബിൾ കേട്ടോ. 4 ബിറ്റുകൾ, 0 1 എന്ന് പറയുന്നതാണ് ബിറ്റുകൾ അല്ലെ? അങ്ങനെ 4 എണ്ണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കാം? അതിനെ നിബിൾ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അത് എന്തു ആവാം, 1 0 0 0 ആവാം, അറ്റ്ലീസ്റ്റ് 0 0 0 ആവാം, 0 1 0 ഇങ്ങനെ ആവാം. ഓക്കെ, 1 0 1 0 ആവാം, 1 1 1 1 ആവാം. ഇങ്ങനെ ഏത് കോമ്പിനേഷനും ആവാം. 4 ബിറ്റുകളുടെ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് നിബിൾ. ക്ലിയർ? ക്ലിയർ ആണോ? 4 ബിറ്റുകളുടെ കോമ്പിനേഷൻ ആണ് എന്താടാ? നിബിൾ എന്ന കാര്യം ഓർത്തു വെക്കാം. ഇനി 8 ബിറ്റിന്റെ കോമ്പിനേഷൻ എന്ത് വിളിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ബിറ്റുകൾ, അതാണ് ഒരു ബൈറ്റ്. ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, 4 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് നിബിൾ, 8 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് എന്ത്? ഒരു ബൈറ്റ്. മനസ്സിലായോ? അപ്പൊ എവിടെന്നാ നമ്മൾ വന്നേ? കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ് ആണ്. അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. 4 ബിറ്റ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നിബിൾ എന്ന് വിളിക്കാം. 8 ബിറ്റ് കൂടി ചേർന്നാൽ അതിനെ ഒരു ബൈറ്റ് എന്ന് വിളിക്കാം. ഇനി 1024 ബൈറ്റുകൾ കൂടി ചേർന്നാൽ അതിനെ ഒരു KB എന്ന് വിളിക്കാം. കിട്ടിയോ? ഓക്കെ, KB എന്ന് വിളിക്കാം. കിട്ടിയോ? യെസ്. അപ്പൊ ബിറ്റാണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. 4 ബിറ്റുകളുടെ കോമ്പിനേഷനെ നമുക്ക് നിബിൾ എന്ന് വിളിക്കാം. 8 ബിറ്റിന്റെ കോമ്പിനേഷനെ ഒരു ബൈറ്റ് എന്ന് വിളിക്കാം. 1024 ബൈറ്റ്, 8 ബിറ്റ് ഒരു ബൈറ്റേ ഉള്ളൂ, ഒറ്റ ബൈറ്റ്. അങ്ങനെ 1024 ബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു കിലോ ബൈറ്റ് ആയിട്ട് മാറുന്നത്, ഒരു KB എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, യെസ്, മനസ്സിലായോ? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താന്ന് ആരോ ഒരാളെ കമന്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്നു. അതിന് തൽക്കാലം ഇപ്പൊ മറുപടി ഇല്ല, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. ലേറ്റ് ആയിട്ട് വന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ എന്റെ അടുത്ത ചോദ്യം 1024 KB എന്താ? പറ, 1024 KB ഇതെങ്ങനെയാ ഓർത്തു വെക്കാന്നോ? ഇത്രയും പറഞ്ഞിട്ടും ഇതെങ്ങനെയാ ഓർത്തു വെക്കാണോ? അതായത് ഇതൊക്കെ ഓരോ ബിറ്റുകളാണ്. ഇത് 1, ഇത് 0, ഇത് 1, ഇത് 0, ഇങ്ങനെ 4 എണ്ണം കൂടുമ്പോ ഇതിനെ നമുക്ക് നിബിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്,
ഇത് വേറെ ഒന്ന്, ഇത് 4 എണ്ണം വേറെ ഉണ്ട്, കാണുന്നുണ്ടോ? ഇത് വേറെ നിബിള്, മനസ്സിലായോ? അപ്പൊ ഇത് 4, നേരത്തെ 4 എണ്ണം ഏത്, ഇത് 4 എണ്ണം കേട്ടോ. അങ്ങനെ 8 ബിറ്റ് ആയില്ലേ ടോട്ടല്? അതാ AC ഓഫ് ആയി. 8 ബിറ്റ് ആയില്ലേ ടോട്ടൽ? ഇതിനെയാണ്, ഈ 8 ബിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഒരു ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 8 ബിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ 1024 ബൈറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഒരു KB എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, അതിനെയാണ് ഒരു KB എന്ന് വിളിക്കുന്നത്. ഇനി എന്റെ ചോദ്യം ഇതായിരുന്നു, 1024 KB എന്താണ്? 1024 KB പറഞ്ഞേ 1024 KB എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1024 KB ആണെന്ത്, ഒരു MB. 1024 MB ആണെന്ത്, ഒരു GB. KB, MB, GB ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? KB 1024 KB ആണ് ഒരു MB, 1024 MB ആണ് ഒരു GB, 1024 GB ആണെന്ത്, ഒരു TB അല്ലേ? നമ്മുടെ ഫോണിന്റെ ഒക്കെ മെമ്മറി സൈസിനനുസരിച്ച് 512 ആണ്, 256 ആണോ 512 ആണോ 1 TB ആണോ നമ്മൾ ചോദിക്കും അല്ലെ? അത് GB കണക്കാണ്. 256 GB, 512 GB, 1024 GB ആവുമ്പോ എന്തായി, 1 TB ആയി അല്ലേ? യെസ്, ഈ ഒരു ഓർഡർ ഈ ഒരു പേജിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മളൊരു കോഡും പറയാറുണ്ട്. അങ്ങനെ അങ്ങ് പഠിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത് അങ്ങ് ഓർത്തിരുന്നോളും കേട്ടോ. എന്താണ് ആ കോഡ്? യെസ്, ഇവിടെ നോക്കിയേ, KMGT PEZI. ഓക്കെ, KMGT PEZI എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. എല്ലാം 1024ന്റെ കണക്കാണ് അല്ലെ? 1024ന്റെ കണക്കാണ് KMGT PEZI എന്ന് ഓർത്ത് വെച്ചാൽ മതി. കിലോ, മെഗാ, ജിഗ, ടെറ, പെസി, പെറ്റ, എക്സ, സെറ്റ, യോട്ട. അത് പഠിക്കുക തന്നെ വേണം. KMGT PEZI കേട്ടോ. കിലോ, മെഗാ, ജിഗ, ടെറ, പെറ്റ, എക്സ, സെറ്റ, യോട്ട. KMGT PEZI, KMGT PEZI, KMGT PEZI. ഓക്കെ, എല്ലാം എന്താണ്, 1024 ബൈറ്റ് ഒരു KB, കിലോ ബൈറ്റ്. പിന്നെ 1024 മെഗയാവും, 1024 മെഗാ ജിഗയാവും, 1024 ജിഗ ടെറയാവും. അങ്ങനെ 1024 പിന്നെ കൂട്ടുന്നതിനനുസരിച്ച് എന്താണ് അവിടെ KMGT PEZY എന്നുള്ളതിലേക്ക് എത്തും. ഇതിന്റെ അപ്പുറത്തേക്ക് കൊണ്ട് തൽക്കാലം നമുക്ക് ഇത്ര മതി. ഓക്കെ, ഇനി ഈ 1024 എന്ന് പറയുന്നത് എവിടെന്നാ വന്നത് എന്ന് ഇപ്പൊ ചിലര് ചിന്തിക്കുന്നുണ്ടല്ലോ. യെസ്, 1024 എവിടെന്നാ വന്നതെന്നാണ് ചിലര് ചിന്തിക്കുന്നത് അല്ലെ? ഒരു 1000 ഒക്കെ റൗണ്ട് ചെയ്തൊക്കെ ആണെങ്കിൽ ഒരു ഭംഗിയുണ്ട്. ഇത് ഈ 1024ന്റെ കണക്ക് എന്താണെന്നാണ് ചിലര് ചിന്തിക്കുന്നത്. അല്ലെ? യെസ്, അല്ലെ? നമ്മൾ തുറന്നു പറ, ഇതെന്താ ഈ 1000 ഒക്കെ? നമ്മളെ സാധാരണ രീതിയില് ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം അല്ലേ? 1000 ഗ്രാം അല്ലേ ഒരു കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? 1000 ഗ്രാം ഒരു കിലോ. അതെ, പക്ഷേ ഇവിടെ 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ്. അപ്പോ ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ കാരണം എത്രയേ ഉള്ളൂ, ബൈനറി നമ്പറിന്റെ ഓപ്പറേഷൻ ആണ് നമ്മളിപ്പോ ചെയ്യുന്നത് അല്ലെ? ബൈനറി നമ്പർ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 0, 1 എന്ന് പറയുന്ന ബൈനറി നമ്പർ ആണ്. അതിന്റെ അടിസ്ഥാന യൂണിറ്റ്, അതിന്റെ അളവ് തൂക്കം എന്ന് പറയുന്നത് 2⁻10 ആണ്. മനസ്സിലായില്ല? നമ്മൾ ഒരു കിലോ എന്ന് പറയുന്ന 1000 ഗ്രാം അല്ലേ? ഫ്രാൻസിലെ അളവ് തൂക്ക ബ്യൂറോയിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണല്ലോ നമ്മളെ 1000 ഗ്രാമിനെ ഒരു കിലോ എന്ന് വിളിക്കുന്നത്. എന്താ 2000 ഗ്രാമിനെ ഒരു കിലോ എന്ന് വിളിക്കാത്തത്? എന്താ 500 ഗ്രാമിനെ ഒരു കിലോ എന്ന് വിളിക്കാത്തത്? അത് 1000 ആണല്ലോ, പണ്ട് മുതലേ അങ്ങനെ ആണല്ലോ അല്ലെ? അതേപോലെ തന്നെ ബൈനറിയുടെ ഈ പറയുന്ന മെമ്മറിയുടെ അളവ് തൂക്കം എന്ന് പറയുന്നത് 2⁻10 ആണ്. 2⁻10 എന്ന് പറയുന്നത് 1024 ആണ്. അത് അങ്ങനെയാണ് കേട്ടോ. ബൈനറിയുടെ ഓപ്പറേഷൻ ആയതുകൊണ്ട് 2⁻10 ആണ് ഇതിന്റെ ഒക്കെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ 1024 വരുന്നത്. കിട്ടിയോ? ഓക്കെ, യെസ്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മള് 1000 ഗ്രാം തന്നെ ഒരു കിലോ എന്ന് പറയുന്നത്? നമ്മളത് 1000 ആണല്ലോ അല്ലെ? പണ്ട് മുതലേ അങ്ങനെ ആണല്ലോ. അതേപോലെ തന്നെ ബൈനറിയുടെ കേസില്, കമ്പ്യൂട്ടർ മെമ്മറിയുടെ കേസില് 1000 ഇല്ല, 1000 എന്നുള്ളതിന് പകരം 2⁻10 ആണ് അതിന്റെ അടിസ്ഥാന യൂണിറ്റ്. 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1024 കേട്ടോ. എന്നാൽ ചില കേസുകളിൽ അപ്രോക്സിമേറ്റ്ലി 1000 എന്നും എടുക്കാറുണ്ട്. അതായത് 10⁻3 എന്നും ഇതിനെ എടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അങ്ങനെയും ചെയ്യേണ്ടതായിട്ട് വരും.
ഓക്കെ, 1024 പക്ഷെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, 1000 എന്നെടുക്കാം. 1000 എടുക്കുമ്പോൾ 10⁻³ എന്നും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2⁻10 ആണ് ഇതിന്റെ അളവ് തൂക്കം. 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ആണ്. അപ്പൊ ഈ ഓർഡർ പഠിച്ചോ? ഓർഡർ പഠിച്ചോ? യെസ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് ഫസ്റ്റ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ടു സ്റ്റോർ 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, 0, 1 എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിറ്റുകൾ, യൂണിറ്റുകൾ. അത് സ്റ്റോർ ചെയ്യുന്ന ഫിസിക്സിലെ ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഏറ്റവും ഫിസിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇങ്ങനെ തപ്പി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 0 ഒരു 1 ഉണ്ടാവും. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ടു സ്റ്റോർ 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ 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 അപ്പോ ഈ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞേ. യെസ്, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാ? ബിറ്റ്. ബിറ്റ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ് ആണ്. ബിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ either 0 or 1. ഓക്കെ, 4 ബിറ്റ് കൂടി ചേർന്നാൽ എന്ത് വിളിക്കാം? അതിനെ 4 ബിറ്റുകളുടെ കോമ്പിനേഷൻ എന്ത് വിളിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിബിൾ എന്ന് വിളിക്കാം അല്ലെ. 8 ബിറ്റിന്റെ കോമ്പിനേഷൻ എന്ത് വിളിക്കാം? 8 ബിറ്റിന്റെ കോമ്പിനേഷൻ എന്ത് വിളിക്കാം? ബൈറ്റ് എന്ന് വിളിക്കാം. 1024 ബൈറ്റിനെ എന്ത് വിളിക്കാം? അതാണ് ഒരു KB അല്ലെ. 1024 KBയെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു MB. 1024 MBയെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു GB. 1024 GBയെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു TB. 1024 TBയെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു PB, പെറ്റാബൈറ്റ് കേട്ടോ. പേരുകൾ അറിയാത്ത ആളുകൾ, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ടോ? യെസ്. അപ്പൊ PSC പഠിക്കുന്ന ആളുകൾ, ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. ഈ പെസി, പെറ്റ, എക്സ, സെറ്റ, യോട്ട ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടോ? അപ്പൊ PSC തന്നെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണോ? യെസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം വേഗത്തിൽ ഓടണേ. മറ്റൊരു ഓടുമ്പോൾ നിങ്ങൾ അവരെ ഒപ്പം എത്തണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഓടണേ. യെസ്. ഓക്കെ, KMGT പെസി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 1024 ഫ്ലോ അങ്ങ് പൊക്കോളും. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചു പോയി. എന്നിട്ട് PSC ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരം എത്ര പേര് പറയുന്നുണ്ടെന്ന് നോക്കട്ടെ. ചോദിക്കട്ടെ. PSC ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇത്രയും നമ്മൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? രജിസ്റ്റർ, മെമ്മറിയുടെ ഹൈറാർക്കി പഠിച്ചു അല്ലേ. പോട്ടെ, അത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. പിന്നെ നമ്മൾ മെമ്മറിയുടെ യൂണിറ്റുകളെ, ബിറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, പിന്നെ നിബിള്, ബൈറ്റ്, KB, പിന്നെ MB, GB, അങ്ങനെ KMGT, പെസി, 2⁻10ന്റെ കാര്യം അപ്രോക്സിമേറ്റ്ലി 1000 എടുക്കുന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ചോദിക്കുന്നു. ചോദ്യമാണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഹൗ മെനി നിബിൾസ് ആർ there in a bite? ലോജിക്ക് വർക്കായ ആളുകൾ കമന്റ് ബോക്സിൽ ഉത്തരം കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഉത്തരം എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ചിന്തിക്കപ്പോഴത്തേക്കും ഉത്തരങ്ങൾ വന്നല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. ഒന്നും അറിയാതെ അന്തം വിട്ട് നിൽക്കുന്നവരും ഉണ്ട്. നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടുന്നു? ഓപ്ഷൻ A, B, C, D. ഏതിലാണ് നിങ്ങൾ പെടുന്നത്? ഉത്തരം ശരിയാണ്, 2 ആണ് ഉത്തരം. എന്റെ ചോദ്യം എന്തായിരുന്നു? ഹൗ മെനി നിബിൾസ് ആർ there in a bite എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അല്ലെ. ഒരു ബൈറ്റിൽ എത്ര നിബിൾ ഉണ്ടെന്നാ ചോദിച്ചത്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ബിറ്റ് ആണ്. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 4 അല്ലെ. അപ്പൊ 2 നിബിൾ കിട്ടിയോ? ഒരു നിബിൾ 4 എണ്ണം അല്ലേ. ഒരു നിബിളും കൂടെ എടുത്തു 4 എണ്ണം. 4 4 8, ഒരു ബൈറ്റ് ആയി. അപ്പൊ ഒരു ബൈറ്റിൽ എത്ര നിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2. ഉത്തരം കിട്ടി. യെസ്. പക്ഷെ അപ്പൊ കിട്ടിയില്ല, ഇപ്പൊ കിട്ടി. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും PSC ചോദിക്കും. അപ്പൊ അതിന്റെ ഒരു കാലം, ആപ്ലിക്കേഷൻ ലെവലിന്റെ ഒരു കാലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പോട്ടെ, കുറച്ചും കൂടെ പോട്ടെ. ഇത് പണ്ടത്തെ ബാച്ചില് എന്താ പറയാ, നമ്മൾ 15 മിനിറ്റോടെ എടുക്കുന്നതാണ്. ഒരു ഏകദേശം 3/4 മണിക്കൂറിന്റെ അടുത്തായി.
ഒന്നുകൂടി പറയാൻ ചോദിക്കുന്നു. ഞാൻ ആ കമന്റ് എന്താ വരാത്തെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അതായത് എടാ, ഞാൻ നേരത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തില്ലേ, 4 ബിറ്റ് ആണ് ഒരു നിബിള്. ഓക്കെ, വേറെ 4 ബിറ്റ് ആണ് വേറൊരു നിബിള്. ഇപ്പൊ എത്ര ബിറ്റ് ഉണ്ട്? ഇത് 4 ബിറ്റ്. ആ സംശയം ചോദിച്ച ആൾ ഇവിടെ ശ്രദ്ധിക്കണേ, ഇത് 4 ബിറ്റ്. 4 ബിറ്റ്. ഓക്കെ, ഇതൊരു നിബിൾ അല്ലേ? ഇത് വേറെ 4 ബിറ്റ്. ഇത് വേറെ നിബിൾ അല്ലേ? ഓക്കെ, ഇപ്പൊ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്താ? ഇത് 8 ബിറ്റ് ഇല്ലേ? 8 ബിറ്റ് എന്താ? ഒരു ബൈറ്റ് അല്ലേ? അപ്പൊ ഒരു ബൈറ്റ് അല്ലേ ഇത്? ഇതിൽ എത്ര നിബിൾ ഉണ്ട്? 1 2 1 2. കിട്ടിയോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് ആണ്. അതിൽ എത്ര നിബിൾ ഉണ്ട്? 2 എണ്ണം. കേട്ടോ? ഓക്കെ, യെസ്. ഇനി നമ്മൾ പറഞ്ഞതിനെ നമ്മൾ എന്താണ് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 2⁻10. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളെ, കുറച്ച് മാത്തമാറ്റിക്സ് കൂടി ഇവിടെ ഉണ്ട്. യെസ്, ഇതിപ്പോ പഠിച്ചില്ലെങ്കിൽ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ 2⁻10 എന്ന് പറഞ്ഞാൽ എത്രയാ? 1024 ആണ് അല്ലേ? ഓക്കെ, 1024 അല്ലേ? യെസ്. അപ്പോ 2⁻10 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1024 ബൈറ്റ് ആണ്. അതാണ് ഒരു KB. അതായത് 2⁻10 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. 2⁻10 ബൈറ്റ്സ് എന്താണെന്ന് അറിയില്ല. 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1024 ബൈറ്റ്സ് അല്ലേ? 1024 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു KB ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ, 2⁻10 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ് ആണ്. അതൊരു കിലോ ബൈറ്റ് ആണ് അല്ലെ? യെസ്. ഇനി 2⁻20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായിട്ട് വരും? 2⁻20 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് വരും? പറയേ. യെസ്, 2⁻20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അല്ലേ? ഇതിനോടുകൂടി 1024 കൂടി കൂട്ടുമ്പോഴാണല്ലോ ഒരു MB വരുന്നത്. KB 1024 KB ആണ് ഒരു MB എന്ന് പറയുന്നത്. കിട്ടിയോ? ആ ഒരു പോയിന്റ് കിട്ടിയോ? യെസ്, കിട്ടിയോ? ബേസിക് ആയിട്ട് 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ് ആണ് ഒരു KB. ഓക്കെ, പിന്നെ നമ്മൾ 2⁻20 2⁻30 2⁻40 50 60 70 80 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? KMGT PEZI എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും. ഇനി അത്രയും ബുദ്ധിയും ലോജിക്കും ഒന്നും ഇല്ലാത്ത ആളുകൾ ഇത്ര മാത്രം ആലോചിച്ച് വെക്കുക. 2×10 KB ആണ്. ഓക്കെ, പിന്നെ ഇവിടെ 20 ആവുമ്പോൾ ഇവിടെ MB ആവും, ഇവിടെ 30 ആവുമ്പോൾ ഇവിടെ GB ആവും എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തു വെക്കാം കേട്ടോ. യെസ്, 10 20 30 2⁻10 20 30 40 50 60 70 80 ആവുമ്പോൾ KMGT PEZI ആവും എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഏറ്റവും ബേസിക് ആയിട്ട് അങ്ങനെ ഓർത്തു വെക്കാം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കുകയാണ് 2⁻40 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിക്കുകയാണ്. PSC ചോദിക്കുകയാണ്. അപ്പൊ എന്താ ഉത്തരം വരിക? 2⁻40. അപ്പൊ നിങ്ങൾ എണ്ണി നോക്കുക. 1 2 3 നാലാമത്തെയാണ് 40. KMGT ടെറാബൈറ്റ് 1 TB. കിട്ടിയോ? എന്നാ ഇതൊന്ന് പറഞ്ഞേ. 2⁻60 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് ഞാൻ ചോദിച്ചു. 2⁻60 ബൈറ്റ്സ് ആറാമത്തെയാണ്. KMGTPE എക്സാബൈറ്റ് 1 EB എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ? പരിപാടി വർക്കായോ? യെസ്. അപ്പൊ ഏറ്റവും ബേസിക് 2⁻10 ആണ്. അതിനോടൊപ്പം 1024 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സമയത്ത് യെസ് നമുക്ക് അവിടെ KB MB GB TB PB EB ZB YB എന്ന് കിട്ടും. എന്നാ ഇതും കൂടെ പറഞ്ഞേ. 2⁻50 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉത്തരം കിട്ടും? 2⁻50 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു ഡാഷ്. KMGTP അല്ലെ? അപ്പൊ 1 PB എന്ന് കിട്ടൂലേ? 1 പെറ്റാബൈറ്റ് എന്ന് കിട്ടൂലേ? കിട്ടിയോ? യെസ്. ഒന്നും കൂടി പറയുമെന്നുള്ള കമന്റ് ഇല്ല? ചോദിച്ചോളൂ, അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. 10 തുടങ്ങുന്നു. 10 20 30 40 2⁻2 കേട്ടോ. 2⁻2 10 20 30 40 യെസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വരുമ്പോ KMGT PEZI എന്ന് പറയുന്ന ഓർഡറിൽ അങ്ങോട്ട് എഴുതാം
കേട്ടോ. അതും PSC ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചത് 1024 1024 KB MB ആവുന്നു, പിന്നെ 1024 MB GB ആവുന്നു. 1024ന്റെ കണക്കാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ അതിനെ തന്നെ നമ്മൾ എന്താണ് 2 പവറിൽ എഴുതി കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 210 20 30 40 50 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ KMGT/SC എന്ന് പറയുന്ന ഓർഡറിൽ നമുക്ക് പോകാം. ഓക്കെ, ഇനി ഈ ഒരു ചിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കണ്ടന്റ് അവസാനിക്കും. പിന്നെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനും കൂടെ വെച്ചിട്ട് പഠിപ്പിക്കാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. 210 പിന്നെന്താണ് പറയാ, പിന്നെ ബ്രിട്ടൻ ലാംഗ്വേജിൽ എഴുതിയതാണ്, അത് നോക്കണ്ട നിങ്ങൾ. 210 KB ആണ്. M എന്ന് പറയുന്നത് MB ആണ്. GB എന്ന് പറയുന്നത് 230 എന്ന് പറയുന്നത് GB ആണ്. 240 എന്ന് പറയുന്നത് TB ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതിപ്പോ നമ്മൾ ഇവിടെ പഠിച്ചു 10 20 30 40 എന്നുള്ളതിനനുസരിച്ച് KB MB GB TB എന്ന് പറഞ്ഞു പോകും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 1024 പക്ഷെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1000 എന്ന് എഴുതാം. 1000 എന്ന് എഴുതുന്ന സമയത്ത് 10⁻³ എന്നും എഴുതാം. എഴുതിക്കൂടെ? 1000 എന്ന് എഴുതുന്ന പകരം 10⁻³ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, യെസ്. അപ്പോ അടുത്തതാവുന്ന സമയത്ത് അതിനോടൊരു നേരത്തെ നമ്മൾ 1024 അല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. ഇപ്പോ 1000 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1000 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 × 1000 വരുന്ന സമയത്ത് 6 വരും. 10⁻6 വരും. മനസ്സിലായോ? നമ്മൾ 1024 മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. 1024 ഇത് 1024 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ 210 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയത്. പക്ഷെ അപ്രോക്സിമേറ്റ് എടുക്കുന്ന സമയത്ത് 1000 ആണ് എടുക്കുന്നതെങ്കിൽ 1000 മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അപ്പോ 1000 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 10⁻³ ആണ് 1000. അതിനോടൊപ്പം 10⁻³ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A⁻m × A⁻n A⁻m+n ആണ്. അതായത് 10⁻6 എന്ന് കിട്ടും. ഇനി മാത്സ് ഒന്നും അറിയാത്ത ആളുകൾ നേരത്തെ പോലെ നിങ്ങൾക്ക് പഠിക്കാം. 10⁻3 6 9 12 3ന്റെ ഗുണനപ്പട്ടിക 10ന്റെ മുകളിൽ എഴുതി കഴിഞ്ഞാലും KMGT/SC. ഓക്കെ, ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1000 എന്ന് പറയുമ്പോൾ 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. അവിടെ A⁻m × A⁻n A⁻m+n അങ്ങനെയാണ് അത് ഇക്വേഷൻ ഒക്കെ വരുന്നത്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. യെസ്, ഇനി അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾക്ക് ഇത്ര മാത്രം ആലോചിച്ച് വെക്കുക. 10⁻3 6 9 12 15 18 21 24 അങ്ങനെ പോകും. KMGT/SC എന്ന് നോട്ട് ചെയ്ത് വെക്കാം. കിട്ടിയോ? ഓക്കെ, അപ്പൊ 3 രൂപത്തിൽ KMGT/SC നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. പണ്ടൊക്കെ ആണെങ്കിൽ 1024ന്റെ ബോക്സ് മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 രീതിയും പഠിക്കണം. ഒന്നാമത്തത് ഞാൻ ഒന്നും കൂടെ പറയാം. ഒന്നാമത്തത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള 1024ന്റെ മൾട്ടിപ്ലിക്കേഷൻ. 1024 KB MB GB TB PB EB ZB കഴിഞ്ഞ പിന്നെ ടർബൈറ്റ്. അത് 1024ന്റെ കേട്ടോ. പിന്നെ നമ്മൾ 2⁻ പവറിൽ എഴുതി. 2⁻ പവറിൽ എഴുതുന്ന സമയത്ത് വളരെ കുറച്ചുകൂടി സിമ്പിൾ ആണ്. 2⁻10 20 30 40 50 അങ്ങനെ അങ്ങ് പോയാൽ മതി KMGT/SC. ഇനി 1024ന്റെ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രോക്സിമേറ്റ്ലി എഴുതുന്ന സമയത്ത് 1000 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പോ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 10⁻³ 10⁻6 10⁻9 10⁻12 എങ്ങനെ പോയി കഴിഞ്ഞാലും ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ബുദ്ധി ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. 10⁻15 bytes is equal to dash. അവിടെ 10 കൂട്ടുക. 2⁻² ആണെങ്കിൽ 10 കൂട്ടുക. 10⁻² ആണെങ്കിൽ 3 കൂട്ടുക. അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. 1000. അപ്പൊ ഈ 15 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക എത്രാമത്തെയാണ്? 15 ഡിവൈഡ് ബൈ 3 കൂട്ടി 3 ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. 3 15 അഞ്ചാമത്തെയാണ്. KMGT/SC 1 പെറ്റാബൈറ്റ് എന്ന് കിട്ടും. കിട്ടിയോ? കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ 2⁻ ആണെങ്കിൽ 10 20 30 എത്രാമത്തെ എന്നുള്ള നമ്പർ എടുത്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് അപ്രോക്സിമേറ്റ് എടുക്കുന്ന സമയത്ത് 3 6 9 12 15 എന്ന് പറഞ്ഞിട്ട് എടുത്താൽ മതി. ഓക്കെ, ഒരെണ്ണം കൂടെ ഞാൻ തരാം. യെസ്, ഇതിലില്ലാത്ത തരണ്ടേ ഇപ്പൊ ഞാൻ. 10⁻21 bytes is equal to dash. 10⁻21 bytes is equal to dash. വേണമെങ്കിൽ പഠിപ്പിക്കാൻ തോന്നും.
മനസ്സിലാവുന്നുണ്ട്? അപ്പൊ 21 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക എത്രാമത്തെയാണ്? 21 എന്ന് പറയുമ്പോൾ ഏഴാമത്തെയാണ് അല്ലെ? ഏഴാമത്തെ എണ്ണി നോക്കുക. ഏഴാമത്തെ ഏതാ? യെസ്, KMGT പെസി എന്ന് എഴുതി നോക്കുക. KMGT 4ആയി, പെസി. ഓക്കെ, PEZ അല്ലെ, 1 zettabyte. കിട്ടിയോ? യെസ്. ഓക്കെ, അപ്പോ 1024ന്റെ കോമ്പിനേഷൻ എഴുതിയാലും 2⁻²ന്റെ കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാലും 10⁻²ന്റെ പവറിൽ എഴുതി കഴിഞ്ഞാലും അത്രയും ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, അതിന്റെ ഉത്തരം എന്താന്നുള്ളത് കാണാൻ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 2⁻ന്റെ പവർ ആണെങ്കിൽ ജസ്റ്റ് 10, 20, 30, 40, 50, 60, 70, 80 നോക്കിയത് കഴിഞ്ഞാൽ തന്നെ എത്രാമത്തെ എന്നുള്ളത് അറിയാം. ഓക്കെ, മനസ്സിലായില്ല? അതായത് നമ്മള് ഇത് മനസ്സിലായില്ലേ? 1024നെ അപ്രോക്സിമേറ്റ് എടുക്കുന്നതിന്റെ കണക്കാണ് നമ്മളിപ്പോ ലാസ്റ്റ് നോക്കിയത്. 1000 എന്ന് പറഞ്ഞ് നോക്കിയത്. അത് മനസ്സിലായില്ലേ? ഓക്കെ, 21 മനസ്സിലാവാത്തെ? 21 എന്ന് പറഞ്ഞാൽ 21 എന്ന് പറയുന്നതിനകത്ത് 3ന്റെ എത്ര ഗുണിതങ്ങൾ നോക്കിയാൽ മതി. കൂട്ടി പോകുന്നത് അല്ലെ? 21 എന്ന് പറയുന്നത് ഏഴാമത്തെ 3 അല്ലേ? 3, 6, 9, 12, 15, 18, 21. ഏഴാമത്തെ അല്ലേ 21? ഓക്കെ, ഏഴാമത്തെ അല്ലേ? അത് കിട്ടിയോ? ഏഴാമത്തെ ഏതാ? KMGTPEZ അത്രേ ഉള്ളൂ. 10⁻²ന്റെ പവറിൽ എഴുതുന്നത് ഏത് നമ്പറാ നോക്കുക. അത് 3ന്റെ എത്രാമത്തെ ഗുണിതാ നോക്കുക. KMGT പെസിയിൽ അത് എത്രാമത്തെയാന്ന് നോക്കുക. കിട്ടിയില്ലേ? യെസ്, കിട്ടിയോ? സംശയം ചോദിച്ച ആളുകൾക്ക് കിട്ടിയോ? 2⁻ന്റെ പവറിൽ നമ്മൾ 1, 2, 3, 10, 20 എന്നാകുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്പർ കിട്ടും. 40 എന്നുള്ളെങ്കിൽ നാലാമത്തെ എന്ന് കിട്ടും. 10⁻ന്റെ പവറിൽ അങ്ങനെ കൂട്ടാൻ പറ്റില്ല, കാരണം ഇത് 3ന്റെ ഗുണിതങ്ങളാണ്, 1000ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എഴുതുന്നത് അല്ലേ? യെസ്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. അതിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം കേട്ടോ. യെസ്, ഇതൊരു PSC ചോദ്യമാണ്. ഞാൻ ഇത് ഇത്രയൊക്കെ പഠിക്കണോ എന്നുള്ളതാണ് ഇപ്പൊ ചിലർ ചിന്തിക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ പഠിക്കണോ ഒരു PSC പരീക്ഷയ്ക്ക് എന്നുള്ളതാണ് ഇപ്പൊ ചിലർ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാം. ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാം. യെസ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ ബൈറ്റ്സ്, കിലോബൈറ്റ്സ്, ടെറാബൈറ്റ്സ്, ജിഗാബൈറ്റ്സ് ആൻഡ് മെഗാബൈറ്റ്സ്. ഇതൊരു PSC ചോദ്യമാണ്. ഈ ചോദ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. ഡാഷ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ ബൈറ്റ്സ്. പറ. യെസ്, ഈ ചോദ്യം മുന്നേ കണ്ട ആളുകളുണ്ട്, അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ആദ്യം നമുക്ക് അറിയേണ്ടത് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. നമ്മളിപ്പോ പഠിച്ചത് പ്രകാരം നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സബ്സ്ക്രൈബേഴ്സ് 1 മില്യൺ ആയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ? 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 10 ലക്ഷമാണ്. അപ്പോ ഓക്കെ, ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. ഈ 10 ലക്ഷമാണ് 1 മില്യൺ. 6 പൂജ്യം ഉണ്ട്, ദാറ്റ് ഈസ് 10⁻6 ആണ് 1 മില്യൺ. ഓക്കെ, 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പഠിച്ചു വെക്കണേ. 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 ലക്ഷം. 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 ലക്ഷം. അപ്പോ 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നറിയാമോ? 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പൂജ്യമാണ്. ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി കേട്ടോ. അതായത് 10⁻9 ആണ് 1 ബില്യൺ എന്ന് പറയുന്നത്. 100 കോടിയാണ്. 10 ലക്ഷമാണ് 1 മില്യൺ. 100 കോടിയാണ് 1 ബില്യൺ. 100 കോടി. യൂട്യൂബിൽ 100 കോടി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ചാനലൊക്കെ ഉണ്ടല്ലോ 100 കോടി സബ്സ്ക്രൈബേഴ്സ്. 140, 142 കോടി ജനങ്ങളല്ലേ ടോട്ടൽ ഉള്ളത്. അല്ലേ? 100 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലൊക്കെ ഉണ്ട്. 1 ബില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലെ? അത് 10⁻6 ആണ്. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ? 10⁻6, സോറി 10⁻9, 6 അല്ല 9. 10⁻9 എന്ന് കിട്ടിയപ്പോ തന്നെ ഉത്തരം കിട്ടിയില്ലേ? 10⁻9 ബൈറ്റ്സ്. 10⁻9 ബൈറ്റ്സ്
മൂന്നാമത്തെ KMG ജിഗാബൈറ്റ്സ്. ഓപ്ഷൻ സി ജിഗാബൈറ്റ്സ്. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ ചോദ്യം ഡാഷ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10⁹ ബൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമായിരുന്നു ജിഗാബൈറ്റ്സ്, അല്ലെ? കിട്ടൂലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഉത്തരം പെട്ടെന്ന് കിട്ടൂലായിരുന്നോ? ഡാഷ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10⁹ ബൈറ്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പെട്ടെന്ന് കിട്ടൂലായിരുന്നോ? യെസ്, അത് ജിഗാബൈറ്റ്സ് ആണ്, അല്ലെ? ജിഗാബൈറ്റ്സ് 3 KB, പിന്നെ 6 MB, 9 പിന്നെ GB, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? പക്ഷേ ഇവിടെ ചോദിച്ചത് 1 ബില്യൺ. നമ്മുടെ അറിവില്ലായ്മയാണ്. ഏത് 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 10⁹ ആണെന്നുള്ളത് നമ്മൾ അറിവില്ലായ്മയാണ്. അത് ഇനി ഉണ്ടാവാൻ പാടില്ല. ഈ ചോദ്യം പഠിക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അതിന് ഉത്തരം കിട്ടണം. അപ്പൊ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഡാഷ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 മില്യൺ ബൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 മില്യൺ ബൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ? ഡാഷ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 മില്യൺ ബൈറ്റ്സ്. 1 മില്യൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടണം 10 ലക്ഷം ആണ്, 10⁶ ആണ്. 10⁶ ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു രണ്ടാമത്തെയാണ് KM മെഗാബൈറ്റ്സ് എന്ന് കിട്ടണം. ഓക്കെ, യെസ്. അപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് നമ്മളിപ്പോ വിശ്വസിക്കുന്നു. യെസ്, പണ്ടത്തെ പരീക്ഷക്കൊക്കെ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ് ആണ്. 1024 അല്ല 4 ബിറ്റ് കൂടി ചേർന്നാൽ നിബിളാണ്. 8 ബിറ്റ് കൂടി ചേർന്നാൽ പിന്നെ ബൈറ്റ് ആണ്. 1024 ബൈറ്റ് 1 KB ആവും. പിന്നെ MB GB TB അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു പണ്ടത്തെ പരീക്ഷയിലൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താണ്, ചോദ്യങ്ങളുടെ ലെവലുകളൊക്കെ മാറുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു പോകണം കേട്ടോ. യെസ്, ഇനി നിങ്ങൾക്ക് 10⁶ ആണ് മില്യൺ, 10⁹ ആണ് ബില്യൺ, ഇനി 10⁻12 ആണ് ട്രില്യൺ, 10⁻15 ആണ് ക്വാഡ്രില്യൺ. ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ കുറച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ്, നല്ല ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എടുത്തത്. പക്ഷെ ഇതിൽ നിന്ന് ഒരു 5-6 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട്. നോർമലി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 1024 MB GB ആണ് TB ആണെന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇതിന്റെ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ രൂപത്തിലാണ് നമ്മുടെ പഠനം നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയാ, നമുക്ക് 50 മാർക്കോ 55 മാർക്കോ 60 മാർക്കോ എവിടെയും കോച്ചിങ്ങിന് പോയില്ലെങ്കിലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളിപ്പോ പലരും പറയുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ മാത്രം നോക്കിയിട്ടും 60 മാർക്ക് കിട്ടി 50 മാർക്ക് കിട്ടി. അത് കിട്ടും, അത് പണിയില്ലാത്ത കാര്യമാണ്. അത് യൂട്യൂബിൽ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാലും കിട്ടും. പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ റയർ ചോദ്യങ്ങൾ വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. അവിടെയാണ് നമ്മുടെ റാങ്ക് കിടക്കുന്നത്. അതാണ് പച്ചവെള്ളം PSCയും ലക്ഷ്യമിടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.